தாசிட்டு கூட நம்ம ஜாயின் பண்ணல. தாசிட்டு இருந்தா நம்ம கூட வந்து ജോയിൻ பண்ணல. എനിക്ക് പരിചയമുള്ള ഒത്തിരി ആളുകൾ അടങ്ങിയിട്ടുള്ളൊരു ലൊക്കേഷനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. സൈക്കിളിന്റെ ബാക്കിൽ കാരിയറിൽ ചായ വെച്ച് കൊണ്ടുപോകുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ദാസേട്ടൻ്റെ സൈക്കിൾ ഈ മാർച്ച് 14 റിലീസാവുകയാണ്. അതിലെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്, ഇൻക്ലൂഡിങ് മീ അല്ലേ? അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് കബനിയിലേക്ക് തന്നെ വരാം. പറയൂ കബനി, എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മീൻസ് കുറേ എനിക്ക് പരിചയമുള്ള ഒത്തിരി ആളുകൾ അടങ്ങിയിട്ടുള്ളൊരു ലൊക്കേഷനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എല്ലാവരുടെ കൂടെ അഭിനയിക്കാനും ഒക്കെ. പിന്നെ എൻ്റെ ക്യാരക്ടർ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. എനിക്ക് ഒരു തമിഴ് പെണ്ണായിട്ടാണ്, വല്ലി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഡയലോഗ്സ് ഒക്കെ എങ്ങനെയായിരുന്നു അതിൽ? നിങ്ങൾ തമിഴ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിരുന്നു അത്? തമിഴ് ഫുള്ളായിട്ടും തമിഴല്ല, പിന്നെ എന്നാലും അറിയായിരുന്നു, തമിഴ് അറിയായിരുന്നു. എനിക്ക് കുറച്ച് തമിഴ് അറിയാം, എനിക്ക് പഠിപ്പിച്ചു തന്നായിരുന്നു. അത് മലയാളീകരിച്ച് തമിഴ് പറയുമല്ലോ. കാളിയാണ് പഠിപ്പിച്ചു തന്നത്. ഡബിങ്ങിലൊക്കെ കാളീനെ വിളിച്ചിട്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അത് മലയാളത്തിൽ ആണെങ്കിൽ മലയാളീകരിച്ച തമിഴ് എങ്ങനെയാണെന്ന് കാളിയാണ് പറഞ്ഞു തന്നെ. അങ്ങനെ ഡയലോഗിന്റെ ഓർമ്മയുണ്ടായിരുന്നു കബനി? ഈ ലോകത്തിൽ എന്റെ മലയാളം അത് മതി പക്ഷെ കേൾക്കാൻ നല്ല രസമുണ്ട്. അല്ല അതാണ് ഇവിടുത്തെ പോകും. എന്താ എവിടെ അങ്ങനെ കബനിക്ക് ஹெல்ப் ചെയ്തது എങ്ങനെയായിരുന്നു? அகிலேட்ட எனக்கு கால் பண்ணி இந்த மாதிரி டப்பிங்ல இது அப்படின்னாரு. எனக்கு புரியல ஃபர்ஸ்ட். நான் டிராவல் இருந்தேன், ஆனா இது மாதிரி ட்ரெயின் பிடிக்கிறதுக்கு நின்றுட்டு இருக்கேன், ஒரு கூப்பிடுறேன் அப்படின்னு வச்சுட்டு மறுபடியும் ட்ரெயின் ஏறினதுக்கு அப்புறம் ஆனா சாரி சொல்லுங்க இல்லடா டப்பிங்க்கு இது மாதிரி டப்பிங்க்கு நானா என்னோட உன்னோடது இல்லடா கபினி சேச்சி தான் என்னோடது ஃபர்ஸ்ட் வந்து நம்மளுக்கு டப்பிங்கு ஓகே ஐயோ ட்ரெயின் ஏறிட்டுமே நீ இறங்க முடியாதே அப்படின்னு பார்த்தா கடைசியில் கபினி சேச்சிக்கு ஓ தமிழ் கேரக்டர்ல ஓகே அப்படின்னு அப்புறம் இந்த டைலாக் எப்படி சொல்லலாம், இது எப்படி சொல்லலாம்னா ஆனா எனக்கு தெரிஞ்சு இதுதான் ഞങ്ങൾ അപ്പൊ റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ വാട്സപ്പില് കുറെ വോയിസ് അയച്ചു തന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മുടെ കാളിദാസ് ഉണ്ടായത് ആ ക്യാരക്ടറിന് കുറെ ഹെൽപ്പ് ആയിട്ടുണ്ട് അല്ലേ? ഞങ്ങളെല്ലാവരും ഞങ്ങള് 3 ആളുകൾ ഒരുമിച്ചുള്ളൊരു റോഡ് സൈഡിലുള്ള കച്ചവടക്കാരാണ് ഞങ്ങൾ വിചാരിച്ചത് അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത കഥാപാത്രം ആയിരിക്കും എന്നാണ് ശരിക്കും. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഒരു പാട്ട് സീനിലൊക്കെ ഞങ്ങള് കുറെ എല്ലാവരും ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാളി കന്നഡ. എന്തുകൊണ്ട് ഇപ്പൊ വെച്ചില്ല കന്നഡ? ഇപ്പോ ലെൻസ് വെച്ചിരിക്കും. இம்ப்ரூவ்மென்ட் ஆயிருக்கு. இல்ல நம்ம இத சொல்றோம், தாசிட்டு கூட நம்ம ஜாயின் பண்ணல. தாசிட்டு இருந்தா நம்ம கூட வந்து ஜாயின் பண்ணல. ஓகே, நாங்க தாசிட்டு கூட ஜாயின் பண்ணல. தாசிட்டு இருந்தா எங்களோட வந்து ஜாயின் பண்ணாரு. நாங்க ஆல்ரெடி அங்க வந்து ஜீவிச்சிருக்கு. அவரோட பிளாட்ஃபார்ம்ல அங்க அப்படியே ஜீவிச்சிருக்கு. പറയപ്പെടാം. നിഖിലിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം. നിഖിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഫാമിലി, അത് തന്നെയാണ് എല്ലാവരും അഭിപ്രായം. ഒരു ഫാമിലി പോലെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എൻജോയ് ചെയ്തു. യെസ്, കളർഫുള്ളായി. ഓക്കെ ജോയിൻ ചെയ്തു. അടിപൊളിയായി. ഓക്കെ, കാളിദാസിന്റെ ഫസ്റ്റ് മൂവിയാണോ ഇത്? ഐശ്വര്യയില് എന്റെ കാൾ അഭിനയിച്ച് അഖിലേട്ടൻ്റെ ഒരു ഇതിനാல ரெண்டாவது மூவில இப்போ என் ஃபேஸ் தெரிஞ்சு. ஃபஸ்ட்டு ஐஸ்வர்யத்தில் சார் ஒர்க் பண்ணும்போது அவனுக்கு நடிக்க ரொம்ப இன்ட்ரெஸ்ட் இருக்குது அப்படின்னு சொல்லும்போது அகிலேட்டேன் சரி சேட்டா ஒரு ஷாட் மட்டும் கொண்டு வரலாம் அப்படின்னு பறஞ்சு. அப்போது அம்மை மறிச்சு போகிற சீனில் ஜஸ்ட் உள்ளே என்ட்ரு ஆகிட்டு போயிடும், அவ்வளோதான். அப்போது சார் நான் நினச்சேன் ஃப்ரேம் வச்சிருக்கு நம்ம தெரிஞ்சிருக்கோம் அப்படின்னு. அப்போ போய் மாண்டலில் பார்க்கும்போது கால் மட்டும் வந்தது. ஓகே, பேண்ட் கலர் என்னோட தான். தியேட்டரில் பார்க்கும்போது அந்த பேண்ட் என்னோட பேண்ட் தான் எனக்கு நம்ம அப்படி வச்சுக்குவோம். ஓகே, அவ்வளோதான். அப்போ இந்த இதில் வந்து கூப்பிட்டு சொல்லணுன்னு
ஒரு கேரக்டருக்குடா நீ பண்ற, நான் சார் எனக்கு ஒரு சான்ஸ் நீ அபிநயிக்கல, ஓகே. அதுக்கப்புறம் அகிலேட்டர் கொடுத்து ஃபர்ஸ்ட் நான் ஆசான் தான் கொடுத்து ஒரு ஐஸ்வர்யா சார் அவர் தான் வாய்ப்பு கொடுத்து. நல்ல எக்ஸ்பீரியன்ஸ் അല്ലായിരുന്നു. அப்பா இல்லை அதான் அகிலேட்டர் படம் ஒர்க் பண்றது வந்து ஒரு நம்ம திയേറ്റർ നാടകം பண்ற மாதிரி. അതെ അതെ വളരെ പെട്ടെന്ന് കഴിയും, ഭയങ്കര സിമ്പിളാണ്. ഞങ്ങൾക്ക് റീടേക്ക് ഒന്നും അധികം വന്നിട്ടില്ല. പിന്നെ ചില റോഡിൽ നിന്നൊക്കെയുള്ള സീക്വൻസ് ആണെങ്കിൽ വാഹനങ്ങൾ ഇങ്ങനെ പോവാ, അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് അല്ല നമുക്ക് അത് തന്നെ ഇവിടെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മിക്ക ആർട്ടിസ്റ്റുകളും പെട്ടെന്ന് നമുക്ക് ഷോർട്സ് അധികം എടുക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ മൂവി 17 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റിയത്. എല്ലാ ആർട്ടിസ്റ്റുകളും ഓരോരുത്തർക്കും പറ്റിയ ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു ഓരോരുത്തർക്കും കിട്ടിയിരുന്നത്. പിന്നെ എല്ലാവർക്കും അത് സിമ്പിളായി ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ക്രൂവിന്റെ ഒരു ഇതായിരിക്കാം, ആ ക്രൂ നമ്മുടെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തതുകൊണ്ടായിരിക്കാം നമുക്കത് അത്രയും സിമ്പിളായി ചെയ്യാൻ പറ്റും. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡബിംഗ്. എന്റെ ഡബിങ് ചെയ്തത് കബനിയായിരുന്നു. കബനിയായിരുന്നു എന്റെ വോയിസ് കൊടുത്തത്. എനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു ഡബിങ്ങിന്. കബനിയായിരുന്നു ഡബ് ചെയ്തത്. ആക്ടിങ് അല്ല എന്റെ ഡബ് ചെയ്ത ആൾ ഓൾറെഡി പറഞ്ഞു ആക്ടിങ് നന്നായിരുന്നു, അവർക്ക് ഡബ് ചെയ്യാൻ കുറച്ചൊരിതായിരുന്നു. അതെ. ഇനി അജയന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? പിന്നെ നമ്മുടെ ദാസേട്ടൻ്റെ അരീഷേട്ടൻ്റെ സുഹൃത്തായിട്ടാണ്, അതായത് ചായക്കച്ചവടക്കാരനായിട്ടാണ്. ഇതിനൊരു രസകരമായിട്ടുള്ള സംഭവമാണ്. ദാസേട്ടൻ്റെ സുഹൃത്താണ്. നമ്മുടെ ഈ സൈക്കിളിൻ്റെ മുകളിൽ പണ്ട് കാലത്തല്ല ഇപ്പോഴും ഉണ്ട്, സൈക്കിളിൻ്റെ ബാക്കിൽ കാരിയറിൽ ചായ കെട്ടി കൊണ്ടുപോകുന്ന അങ്ങനെയുള്ളൊരു സുഹൃത്താണ് ദാസേട്ടൻ്റെ. അങ്ങനെയുള്ള കുറച്ച് സീനുകൾ, അതിനെ കുറച്ച് രസകരമായ സംഭവങ്ങളുണ്ട്. പക്ഷെ അത് നമുക്ക് പ്രേക്ഷകർക്ക് പറ്റത്തില്ല. അതാണ് എൻ്റെ 4ാമത്തെ സിനിമയാണ്. ആദ്യത്തേത് ഉരു മാമുക്കയുടെ കൂടെ, ശേഷം AI മോണിക്ക, പിന്നെ പൊറാട്ട് നാടകം, പിന്നെ ഇപ്പോൾ ഇതാ അഖിലിലെ. നമ്മുടെ ഈ സിനിമ ഗംഭീരമാവുന്നു തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും, വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആവട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഓക്കെ, താങ്ക് യു. நன்றி, வணக்கம்.